ഹലോ. ഇടയ്ക്കൊക്കെ നമുക്ക് ചിലപ്പോൾ ധൃതിയുള്ള സമയങ്ങളിൽ ചിലപ്പം കൂട്ടാനൊക്കെ ഇല്ലാതെ വരുമല്ലേ. അങ്ങനെ കൂട്ടാനൊക്കെ ഇല്ലാതെ വരുന്ന ദിവസം ഒരു ഇച്ചിരി തൈരോ മോരോ ഇനിയിപ്പം ഒന്നും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഉണക്ക ചെമ്മീൻ ചമ്മന്തി മാത്രം മതി നല്ല തൃപ്തിയായിട്ട് ചോറുണ്ണാനായിട്ട്. ഇതേപോലെ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ ആയാലും കഞ്ഞിയുടെ കൂടെ ആയാലും ഇതും ഒരു 2 പപ്പടവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി. ഇപ്പം ഞാൻ ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. എണ്ണ വളരെ കുറച്ച് മതി എന്നുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൊണ്ടാണെന്നുണ്ടെങ്കിലും ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പം ഞാൻ ഒരു 20-22 കൊച്ചുള്ളി ഒന്ന് നമ്മൾ താളിക്കാനൊക്കെ അരിയുന്നത് പോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിച്ചല്ലോ, വളരെ കുഞ്ഞൊരു കഷ്ണം ഇഞ്ചി, 1/4 ഇഞ്ചിൻ്റെ പകുതിയെന്നേ പറയാൻ പറ്റുള്ളൂ. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് വഴറ്റണേ. ആദ്യം കൊച്ചുള്ളി അരിഞ്ഞത് മാത്രമാണ് വഴറ്റേണ്ടത് കേട്ടോ. കൊച്ചുള്ളി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ സവാള കൊത്തി എരിഞ്ഞെടുത്താലും മതിയേ. ഞാൻ ഉണക്കക്കൊഞ്ച് എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പിലും ഇച്ചിരൂടെ കൂടുതലാന്നേ, 1/3 കപ്പുണ്ട്. നമ്മൾ ഈ ഉണക്കക്കൊഞ്ച് വാങ്ങിക്കുമ്പോഴേക്കും തലയും വാലും ഒക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കഴുകി ഉണക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. കാരണം നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ ഈ ഉണക്കിയെടുക്കുന്ന സാധനങ്ങളൊക്കെ ഏത് ചുറ്റുപാടിലാണ് ഇടുന്നത് ഉണക്കാനായിട്ടെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഇപ്പോൾ ദേ നമ്മുടെ കൊഞ്ചും ഉള്ളിയും ഒക്കെ ആവശ്യത്തിന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/4 കപ്പ് ഫ്രഷായിട്ട് ചെറിയ തേങ്ങയും ഞാൻ നേരത്തെ കാണിച്ച ആ ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഇങ്ങനെ ഒന്ന് പിച്ചി പല കഷ്ണങ്ങളായിട്ട് ഇടുമായിരുന്നേ. 1 ടീസ്പൂൺ ഉപ്പും പിന്നെ ചേർക്കുന്നത് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടിയാണ്. ചെറിയ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് മാറി ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം ഇത് മുഴുവൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങ് ഫ്രൈ ആവണ്ട, നന്നായിട്ട് ഈ തേങ്ങയുടെ ആണെന്നുണ്ടെങ്കിലും ആ വെള്ളമയം ഒക്കെ ഒന്ന് വറ്റി വന്നാൽ മതി കേട്ടോ. ഇതെല്ലാം ആവശ്യത്തിന് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും ഈ കറിവേപ്പിലയൊക്കെ കുറച്ചൊന്ന് ക്രിസ്പാകും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മളിത് നിർത്തിയിട്ട് വളരെ ചെറിയ ചൂട് വേണം ഇതിനെ അടിച്ചെടുക്കുമ്പോഴത്തേക്ക്. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് വളരെ ചെറിയ ചൂടോടെ ഇട്ടിട്ട് അതങ്ങ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കിട്ടും കേട്ടോ. ഇത് ഇച്ചിരി കൂടുതലുണ്ടാക്കിയാലും നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കുറച്ച് നാൾ ഉപയോഗിക്കാമേ. എത്ര ദിവസം വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല. കാരണം ഇങ്ങനെയുള്ളതൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇരിക്കുന്നിരിപ്പിലാണ് ഇത് തീരുന്നത്. അപ്പോൾ സാധിക്കുന്ന എല്ലാവരും ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കില്ലേ. അതിന് വേണ്ടിയിട്ട് മുടക്കുന്ന സമയമോ സാധനങ്ങളോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്